നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ പഴയ കാലം? വീടിന് മുന്നിലെ ഇരുളടഞ്ഞ ഇടനാഴിയിൽ മണ്ണെണ്ണയുടെ ഗന്ധം പടരുന്ന ആ സായാഹ്നങ്ങൾ, വെളുപ്പിനെ എഴുന്നേറ്റ് റേഷൻ കടയ്ക്ക് മുന്നിൽ കന്നാസുമായി കാത്തുനിന്ന ആ മനുഷ്യരെ. ഇന്ന് നേരിടുന്ന LPG ക്ഷാമം പോലെ ഒന്ന് പണ്ടൊരു കാലത്ത് നമ്മുടെ ഇന്ത്യയെ ആകെ വലച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ നടന്ന യുദ്ധങ്ങൾ തന്നെയായിരുന്നു അതിൻ്റെയും കാരണം. ഗ്യാസ് അടുപ്പുകൾ തീർത്തും വിരളമായിരുന്ന കാലം. വിറക് കൂട്ടി അടുപ്പിൽ തീയരിച്ച് ഭക്ഷണം പാകം ചെയ്തിരുന്ന ആ പഴയ കാലം. വർഷം 1990. അന്നത്തെ കേരളത്തിന്റെ സായാഹ്നങ്ങൾ ഇന്നത്തെ പോലെ ബഹളമയമായിരുന്നില്ല. ഗൾഫിൽ നിന്നുള്ള കത്തുകളും റേഡിയോയിലും ദൂരദർശനും വഴിയുള്ള വാർത്താ ബുള്ളറ്റിനുകളും ചുരുക്കം ചില മാഗസീനുകളുമായിരുന്നു പുറം ലോകത്തേക്കുള്ള നമ്മുടെ ജാലകങ്ങൾ. ഒരു സാധാരണ ഓഗസ്റ്റ് മാസം പതിവ് പോലെ സന്ധ്യാനേരത്ത് റേഡിയോയിൽ ആ വാർത്ത മുഴങ്ങി: സദ്ദാം ഹുസൈന്റെ ഇറാഖി സൈന്യം കുവൈത്തിലേക്ക് അതിക്രമിച്ചു കയറിയിരിക്കുന്നു. ആദ്യമൊന്നും ആരും മാത്രം കാര്യമാക്കിയില്ല. മരുഭൂമിയിലെ എണ്ണപ്പാടങ്ങളിൽ ഏതോ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം എന്നതിലുപരി അത് തങ്ങളെ ബാധിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷെ അറബിപ്പൊന്നിന്റെ തിളക്കം തേടി കൊച്ചിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഉരുക്കളിലും കപ്പലുകളിലും ജീവൻ പണയം വെച്ച് മണലാരണ്യത്തിലേക്ക് തുഴഞ്ഞുപോയ അനേകായിരം മലയാളികൾ. അവരുടെ വീടുകളുടെ ഉമ്മറങ്ങളിൽ അന്ന് ആദിയുടെ കരുനിഴൽ വീണു. പ്രിയപ്പെട്ടവരുടെ ഒരു വരിക്ക് വേണ്ടി പോസ്റ്റ്മാനെ കാത്തിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ. മണൽക്കാറ്റിൽ പറക്കുന്ന ആയുധങ്ങൾക്ക് നടുവിൽ പ്രിയപ്പെട്ടവർ ഉണ്ടാവില്ലേ എന്ന പ്രാർത്ഥനയോടെ അവർ ദിവസങ്ങൾ തള്ളി നീക്കി. പ്രബുദ്ധമായ കേരളം അപ്പോഴേക്കും രാഷ്ട്രീയ ചർച്ചകളാൽ ചൂട് പിടിച്ചു കഴിഞ്ഞിരുന്നു. ലോകത്തെവിടെ അധിനിവേശം നടന്നാലും, എവിടെ ഒരു സ്വേച്ഛാധിപതി വാളോങ്ങിയാലും അതിനെതിരെ ശബ്ദമുയർത്താൻ മലയാളിക്ക് ഒരു കാലത്തും മടിയുണ്ടായിരുന്നില്ല. പശ്ചിമേഷ്യയിലെ ഓരോ രാഷ്ട്രീയ മാറ്റത്തെയും നമ്മൾ ചായക്കടകളിലും വായനശാലകളിലും വച്ച് കീറി മുറിച്ച് പരിശോധിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നമ്മുടെ തെരുവുകൾ മുഖരിതമായി. പക്ഷേ ആവേശകരമായ ആ പ്രത്യക്ഷ പ്രകടനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും അപ്പുറം നിശബ്ദമായ ഒരു വില്ലനെ പോലെ യുദ്ധം കടൽ കടന്ന് നമ്മുടെ ഉമ്മറത്തേക്ക് നടന്നു കയറുകയായിരുന്നു. അന്ന് കേരളത്തിന്റെ പകുതിയോളം വീടുകളിലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. രാത്രികളിൽ ആ വീടുകൾക്ക് ജീവൻ നൽകിയിരുന്നത് ചിമ്മിനി വിളക്കിൽ നിന്നുയരുന്ന ആ മഞ്ഞ വെളിച്ചമാണ്. പക്ഷേ യുദ്ധം ആ വെളിച്ചത്തെയാണ് ആദ്യം കെടുത്തിയത്. റേഷൻ കടകളിൽ മണ്ണെണ്ണ വറ്റിയതോടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലായി. പുസ്തകത്താളുകളിൽ അക്ഷരങ്ങൾ തെളിയാൻ വിളക്കിനു മുന്നിൽ ഇരുന്ന ഒരു തലമുറയ്ക്ക് അന്ന് ആ രാത്രികൾ ഭീകരമായിരുന്നു. കരിപിടിച്ച ചിമ്മിനികൾക്കൊപ്പം തങ്ങളുടെ മക്കളുടെ ഭാവിയും ഇരുളടയുന്നത് കണ്ട് വിതുമ്പിയ അച്ഛനമ്മമാരുടെ സങ്കടം നമ്മുടെ ഗ്രാമങ്ങളുടെ നിശബ്ദതയിൽ അലിഞ്ഞുചേർന്നു. 1991 ജൂണിൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ഇന്ധനക്ഷാമം പാരമ്യത്തിൽ നിന്നിരുന്ന ആ സമയത്താണ് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വെളിച്ചമില്ല എന്ന പരാതി വ്യാപകമായത്. ഇതിനെ തുടർന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികളുള്ള വീടുകൾക്ക് പ്രത്യേകം മണ്ണെണ്ണ വീതം അനുവദിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റ് പൊതുപരീക്ഷകളോ എഴുതുന്ന കുട്ടികളുണ്ടെന്ന് തെളിയിക്കാൻ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ് പുറത്തിറക്കി. ഈ സർട്ടിഫിക്കറ്റുമായി റേഷൻ കടകളിൽ പോയാൽ കുട്ടികൾക്ക് സ്റ്റുഡൻസ് കോട്ട പ്രകാരം മണ്ണെണ്ണ ലഭിക്കുമായിരുന്നു. റേഷൻ കാർഡിൽ സാധാരണ ലഭിക്കുന്ന വിഹിതത്തിന് പുറമെ 1 മുതൽ 2 ലിറ്റർ വരെ മണ്ണെണ്ണ വിദ്യാർത്ഥികൾക്ക് മാത്രമായി നൽകി. അങ്ങനെ ചിമ്മിനി വിളക്കിന് താഴെയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയ ഒരു വലിയ തലമുറ ഇന്നും കേരളത്തിലുണ്ട്. ആ പ്രതിസന്ധി ഏകദേശം 10 മാസത്തോളം നീണ്ടുവന്നു. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ഇരട്ടിയിലധികമായി. എണ്ണ ഇറക്കുമതിക്കായി ഇന്ത്യക്ക് വൻതുക ഡോളറായി നൽകേണ്ടി വന്നു. കുവൈറ്റിലും ഇറാഖിലും ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അവർ അയച്ചിരുന്ന വിദേശ പണം പെട്ടെന്ന് നിലച്ചതോടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിഞ്ഞു. 1991 പകുതിയോടെ നമ്മുടെ കൈവശമുണ്ടായിരുന്ന വിദേശ നാണ്യ ശേഖരം വെറും $1.2 ബില്യൺ മാത്രമായിരുന്നു. ഇത് വെറും 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയുമായിരുന്നില്ല. ഈ തുക തീർന്നാൽ ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ കൈമലർത്തേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ IMF ഒരു ഉപാധി മുന്നോട്ട് വെച്ചു: വായ്പ വേണമെങ്കിൽ സ്വർണം ഈടായി നൽകണം. ഒടുവിൽ വിമാനങ്ങളിൽ വലിയ പെട്ടികളിലാക്കി ഇന്ത്യയുടെ റിസർവ് ബാങ്കിലെ സ്വർണം ലണ്ടനിലേക്ക് പറന്നു. സ്വർണം പണയം വെച്ചും നയങ്ങൾ മാറ്റിയും നമ്മൾ ആ പ്രതിസന്ധിയെ അന്ന് അതിജീവിച്ചു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇന്ത്യയെ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഇത്തവണ അത് മണ്ണെണ്ണയല്ല, നമ്മുടെ അടുക്കളയിലെ നീലജ്വാലയായ LPG ആണ്. ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കാത്തവർ അത് ആവർത്തിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണെന്ന സത്യം ഇന്ന് നമ്മുടെ അടുക്കളവാതിൽ വന്ന് വീണ്ടും മുട്ടിവിളിക്കുകയാണ്. 1990 മണ്ണെണ്ണ വറ്റിയപ്പോൾ നമ്മുടെ പഠനമുറികൾ ഇരുട്ടിലായെങ്കിൽ 2026 പാചകവാതകം നിലയ്ക്കുമ്പോൾ അത് നമ്മുടെ വിശപ്പിലേക്കാണ് ആഴ്ന്നിറങ്ങാൻ പോകുന്നത്. അന്ന് വിറകടുപ്പുകൾ നമുക്ക് കൈത്താങ്ങായി ഉണ്ടെങ്കിൽ ഇന്ന് വിറകിന്റെ ഗന്ധം പോലും അറിയാത്ത നഗരങ്ങളിലെ ഫ്ളാറ്റുകളിലും കൊച്ചു മുറികളിലും കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തു ചെയ്യും? നഗരങ്ങളിലെ ഹോട്ടലുകൾക്ക് മുന്നിൽ വിറകടുപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആധുനികതയുടെ ആഡംബരങ്ങളിൽ നിന്നും നമ്മൾ വീണ്ടും ആ പഴയ പുകമറയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഈ പ്രതിസന്ധി തുടർന്നാൽ ഹോട്ടലുകളിൽ നിന്നും ക്ഷാമം നമ്മുടെ വീടുകളിലേക്കും പടരാൻ അധികം സമയമെടുക്കില്ല. വിദേശ രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളിൽ മിസൈലുകൾ വീഴുമ്പോൾ നമ്മുടെ അടുക്കള കെട്ടുപോകാതിരിക്കാൻ നമുക്ക് സ്വന്തമായി ഊർജ്ജ സ്രോതസ്സുകൾ വേണം. സോളാർ ഇൻഡക്ഷൻ അടുപ്പുകളും ബയോഗ്യാസ് പ്ലാന്റുകളും പ്രതിവിധിയായി ഉയർത്തി കാട്ടുന്നുണ്ടെങ്കിലും പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബം പുലർത്തുന്ന സാധാരണക്കാരന് ഇതൊക്കെ വെറും ആകാശ പുരാണങ്ങൾ മാത്രമാണ്.
യുദ്ധം തുടങ്ങുന്നത് ഭരണാധികാരികളാണ്, പക്ഷെ അതിന്റെ വില നൽകേണ്ടി വരുന്നത് അന്നും ഇന്നും എന്നും പാവപ്പെട്ടവരാണ്. അന്ന് സ്വർണം പണയം വെച്ചാണ് നമ്മൾ പിടിച്ചു നിന്നതെങ്കിൽ ഇന്ന് നമ്മുടെ പക്കൽ പെട്രോളിയം ശേഖരങ്ങളുണ്ട്. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സർക്കാർ ഈ ശേഖരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണം. കൂടാതെ ഇന്ത്യ തന്റെ നയതന്ത്ര കരുത്ത് ഉപയോഗിച്ച് ബദൽ ഇറക്കുമതി മാർഗങ്ങൾ അവലംബിക്കണം. ഉദാഹരണത്തിന് റഷ്യ, നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ സംഘർഷം കേവലം ഗ്യാസ് ക്ഷാമത്തിൽ ഒതുങ്ങില്ല. ചരക്ക് നീക്കം നിലയ്ക്കുന്നതോടെ പച്ചക്കറികൾക്കും മരുന്നുകൾക്കും തീപിടിക്കുന്ന വിലയാകും. രൂപയുടെ മൂല്യമിടിയും. പ്രവാസികളുടെ തൊഴിൽ സുരക്ഷ നേരിടുന്ന ഭീഷണിയും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വെന്റിലേറ്ററിലേക്ക് തള്ളിവിട്ടേക്കാം. ഇന്ത്യ അതിന്റെ പെട്രോളിയം ആവശ്യങ്ങളുടെ 85%-ലധികവും ഇന്നും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെങ്കടലിലും ഹോർമൂസ് കടലിടുക്കിലും ഒരു വെടിയച്ച കേൾക്കുമ്പോൾ നമ്മുടെ ഓഹരി വിപണി ഇടിയുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് 2026-ൽ നാം നേരിടുന്ന ഭീഷണി 90കളുടേതിനേക്കാൾ സങ്കീർണമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം കടുക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിലേക്ക് പോയാൽ അത് ഇന്ത്യയുടെ ധനക്കമ്മിയെ പിടിച്ചുലയ്ക്കും. 1991-ൽ സ്വർണം വിമാനത്തിൽ കയറ്റി വിദേശത്തേക്ക് അയച്ച അതേ നിസ്സഹായാവസ്ഥയിലേക്ക് നാം വീണ്ടും നടന്നു നീങ്ങുകയാണ്. അന്ന് വെറും 2 ആഴ്ചത്തെ വിദേശ നാണ്യ ശേഖരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് മാസങ്ങളോളം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്. പക്ഷേ ആ ശേഖരം ശാശ്വതമായ പരിഹാരമല്ല. ചരിത്രം പഠിക്കാത്തവർ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവർക്ക് പുതിയൊരു ലോകം പടുത്തുയർത്താൻ കഴിയും. അന്ന് മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ജീവിതം പടുത്തുയർത്താൻ മലയാളിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഇരുളടയുന്ന അടുക്കളകളെ അതിജീവനത്തിന്റെ കരുത്തുറ്റ പാഠപുസ്തകങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ലോകം വളർന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഒരു യുദ്ധം വന്നാൽ നമ്മൾ ഇപ്പോഴും അത്രമേൽ നിസ്സഹായരാണ്. അധികാരത്തിനും അധിനിവേശത്തിനും വേണ്ടി ഭരണാധികാരികൾ നടത്തുന്ന ചതുരംഗ കളികൾക്കിടയിൽ വെട്ടേറ്റ് വീഴുന്ന കരുക്കൾ മാത്രമാവുകയാണ് സാധാരണ മനുഷ്യർ.